السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم لك الحمد ولك الشكر يا الله. أصبحنا وأصبح الملك والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. وعن علي بن أبي طالب رضي الله عنه قال رسول الله صلى الله عليه وسلم: القبر منزل من منازل الآخرة. متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിലുടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സന്ദേശം: ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ നമ്മൾ ജീവിച്ചു. അള്ളാഹു നമുക്ക് അനുവദിച്ച റിസ്ഖ് ഇന്നലെ കിട്ടി. ഇന്നലെ എന്ന ജീവിതം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ആ ബോധം നമുക്കുണ്ടാവണം. പിന്നെ ഇന്നലകളിലെ ഇന്ന് ചെയ്യാനുള്ളത് തൗബയാണ്. മറക്കണ്ട, ഇന്നലെ ചെയ്തു പോയ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങൾക്കുള്ള തൗബയാണ്. ഇന്ന് ജീവിക്കുകയാണ്. നാളെ അറിയില്ല. നാളെ അള്ളാഹു നമുക്ക് റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് കാണത്തുള്ളൂ. ഇത് കാണില്ല. ആ ബോധം ഉണ്ടാവണം. ഒരുപാട് മരണങ്ങൾ കാണാറില്ല. കുഴഞ്ഞു വീട് മരണങ്ങൾ ധാരാളം. 7 വയസ്സുള്ള കുട്ടികൾക്ക് വരെ അറ്റാക്ക് വന്ന് മരിക്കാറുണ്ട്. നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ 7 വയസ്സിൽ ഏപ്രിൽ മാസം 28-ാം തീയതി ഉച്ചക്ക് 1 മണിക്കാണ് അള്ളാഹുവിന്റെ ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ ടൈമിൽ അവൻ പോയിരിക്കും. ആ ബോധം ഉണ്ടാവണം. ഇതാണ് മനുഷ്യൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞില്ല, നിന്റെ കൈ സമുദ്രത്തിൽ നിന്ന് മുക്കണം, എന്നിട്ട് ആ കൈ ആ വിരലിങ്ങനെ ഉയർത്തണം. എത്ര തുള്ളി വെള്ളമാണോ താഴേക്ക് വീഴുക, 1-2 വീഴത്തുള്ളൂ. അതാണ് ഇതിന്റെ ആയുസ്. ഇതിന് എത്ര രസമാണത്. ആ ചെറിയ ആയുസിന്റെ ഇടയിലാണ് ഇവിടെ കടന്ന് ഈ വേണ്ടാത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. ആലോചിച്ചു. ഇന്നലെയും കണ്ടില്ല നമ്മള്, വല്ലാത്ത സങ്കടം. 10-22 വയസ്സുള്ള ഒരു പെണ്ണിനെ ലഹരി മൂത്തിട്ട് ഓരോ ദിവസം വാർത്ത കൊണ്ട് കടപ്പുറത്ത് കൊണ്ട് കുടിച്ചു മൂടുക. എന്ത് മനുഷ്യനെ പടച്ചവനെ ഇത്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഹദീസ് വരുന്നത്. അൽ ഖബറു, നിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഖബറിലാണ്. നമ്മളൊരു ഒരു വീട് പണിയാൻ വേണ്ടി 10, 17, 18, 20 വർഷത്തെ പണിയെടുക്കും. എന്തെല്ലാം പ്ലാനുകൾ അവർ വീട് പണിയാൻ വേണ്ടിയിട്ട്. 30 ലക്ഷമാണെങ്കിൽ പണിത് വരുമ്പോ 50 ലക്ഷമാവും. പക്ഷെ ഒന്ന് ചിന്തിച്ചേ, ഇപ്പൊ ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരാളെ മരിച്ചു എന്ന് കേട്ടാ, നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ അയാളുടെ മക്കളും മരുമക്കളും ഫസ്റ്റ് ചർച്ച എന്താ? എപ്പോ മൈക്കത്ത് അടക്കണമെന്നാണ്. 1, 2, 3 കൂടി 5 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഖബർ തയ്യാറാക്കില്ല. അതാ പറഞ്ഞത് അൽ ഖബറു. ഖബർ എന്ന് പറഞ്ഞാൽ അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. ശരിക്കും മൻസിൽ എന്ന വാക്ക് എന്താണെന്നറിയോ? ഖബറിനാണ്. വീടുകൾക്ക് ദാറി എന്നാണ്. ദാറുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ വീട്. ദാറുൽ അലിഫ്. ശരിക്കും മൻസിൽ ഉപയോഗിക്കുന്നത് ഒരാൾക്ക് കടക്കാൻ പറ്റിയ ഇടുങ്ങിയ സ്ഥലത്തിനാണ് മൻസിൽ. അൽ ഖബറു, ഖബർ എന്ന് പറഞ്ഞാൽ മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. നിന്റെ പരലോകത്തിലേക്കുള്ള യാത്രയില്ലേ, അവിടത്തെ 1ാമത്തെ വീടാണ്. ആ ഓർമ്മ നിനക്ക് ഉണ്ടാവണം. ആ വീട്ടിൽ എല്ലാവരും നിന്നെ കൊണ്ട് കിടത്തി നോക്ക്. നിങ്ങൾ അവിടെ കല്ല് വെച്ച് മൂടും. ഇരുട്ടല്ല, ഇരുട്ടാണ്. എന്നിട്ട് അതിന്റെ പുറത്ത് മണ്ണിടും. ആലോചിച്ച് നോക്കിയേ, കല്ല് വെച്ചാൽ ഇരുട്ടായി, അതിന്റെ പുറത്ത് മണ്ണിടും. ഓരോ സെക്കൻഡിലും ചിന്തിക്കണം നമ്മൾ. ഓരോ രാത്രി വീട്ടിലും കിടക്കുമ്പോ ചിന്തിക്കണം നമ്മൾ.
നമ്മൾ കിടക്കുന്ന മുറിയിൽ പുറത്തുനിന്ന് ലൈറ്റ് വെട്ടമില്ല എങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താ? തൊട്ടടുത്ത് ഭാര്യയുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്, ആ മുറി മുഴുവൻ ഇരുട്ടാണ്. സഹോദരങ്ങളെ, ആരോരുമില്ലാതെ, മക്കളില്ലാതെ, മരുമക്കളില്ലാതെ, ഭാര്യയില്ലാതെ, കുടുംബക്കാരില്ലാതെ, പള്ളിക്കാട്ടില് ആ മൈലാഞ്ചി ചെടിക്കടിയില്, ആ മണ്ണിന്റെ അടിയില്, ആ കല്ലിന്റെ അടിയില് ചിരിച്ചോക്കികള് ഈ ചിന്ത എപ്പോഴും ഉണ്ടാകണം. എന്തിനാ? വിനയത്തോടെ ജീവിക്കാൻ. എന്തിനാ? പടച്ചവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറയാൻ. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ നിന്ന് നിന്റെ ജീവിതം ആരംഭിക്കുന്നത്. ഈ ദുനിയാവിൽ എങ്ങനെയാണോ ഖബർ അങ്ങനെയായിരിക്കും. ഈ ദുനിയാവിൽ എങ്ങനെ ചീത്തയായി ജീവിച്ചോ ഖബർ അങ്ങനെയായിരിക്കും. അതാണ് ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത്. ഒരാളെ ഖബറിലേക്ക് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആദ്യ രാത്രി അവന്റെ തലഭാഗത്തേക്ക് നരകത്തിന്റെ ചൂടിടിക്കും. ഈ ചൂടല്ല കേട്ട, ഇതിനേക്കാൾ കഠിനമാണ്. അപ്പൊ സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും, അവനാ മരിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം ഉണ്ടല്ലോ, അത് മുടങ്ങാൻ പാടില്ല. അത് ചെയ്ത മനുഷ്യനാണെങ്കിൽ, ഇപ്പൊ ഞാൻ ലോഹറിനാണ് മരിക്കുന്നതെങ്കിൽ, ലോഹറിന് മുന്നെയാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സുബഹി കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ആ സുബഹി നിസ്കാരം ആ മനുഷ്യന്റെ മയ്യത്തിന്റെ തലയുടെ ഭാഗത്തോട് നിൽക്കും. സ്വഹീഹായ ഹദീസാണ്. എന്നിട്ട് നരകത്തിന്റെ ചൂടിനെ തടയും. വലതു ഭാഗത്ത് സക്കാത്ത് വന്ന് നിൽക്കും, നരകത്തിന്റെ ചൂടിനെ തടയും. ഇടതു ഭാഗത്ത് നോമ്പ് വന്ന് നിൽക്കും, നരകത്തിന്റെ ചൂടിനെ തടയും. അതുപോലെ തന്നെ നടുഭാഗത്ത് അവന്റെ ഹജ്ജ് ഉംറയും വന്ന് നിൽക്കും, നരകത്തിന്റെ ചൂടിനെ തടയും. അവന്റെ കാൽഭാഗത്ത് മുഴുവൻ ഇബാദത്ത് വന്ന് നിൽക്കും. പറയും, ഈ മയ്യത്തിന് നരകത്തെ തൊടാൻ പറ്റൂല, ഇയാൾ നല്ല മനുഷ്യനാണ്. അങ്ങനെ പറയാൻ ഞാനും നിങ്ങളും റെഡിയാണോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഖബർ ഒന്നാമത്തെ ഭവനമാണ്, ഒന്നാമത്തെ വീടാണ്, ഒന്നാമത്തെ യാത്രയാണ്. ഈ ചിന്തയിൽ നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് ഖബറിലേക്കുള്ള സമ്പാദ്യങ്ങളുമായി നല്ല മനുഷ്യനായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, കഠിനമായ ചൂടിൽ നിന്ന് ആശ്വാസമായി അനുകൂലമായ കാലാവസ്ഥ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.